എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ പുതിയ ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂലൈ 20 അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ 18 മുതൽ 19 വരെയാണ് നടക്കുന്നത്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ ലഭിച്ച ഇപ്പോഴത്തെ സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ മുൻപ് ഈ ഒരു അലോട്ട്മെൻറ്റുകളിൽ അതായത് സാധാരണ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ആദ്യം ലഭിച്ച സീറ്റ് നഷ്ടമാകുന്നതാണ്. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് റിസൾട്ട് 20 അതായത് ജൂലൈ 20 പ്രസിദ്ധീകരിക്കുക. അതിനുശേഷം ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ വിദ്യാർത്ഥികൾ, അതായത് ഇതുവരെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അഡ്മിഷൻ 22 മുതൽ 24 വരെയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടൈമിൽ നിങ്ങളുടെ എല്ലാവിധ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും, അതായത് ഓൺലൈൻ അപേക്ഷയിൽ നിങ്ങൾ എന്തൊക്കെ വിവരങ്ങളാണ് നൽകിയിട്ടുള്ളത്, അതായത് എന്തൊക്കെ ആ ഒരു ഡീറ്റെയിൽസാണ് കൊടുത്തിട്ടുള്ളത്, അതിൻ്റെയൊക്കെ ആ ഒരു പ്രിൻ്റ് ഔട്ടുകൾ, അതായത് ഒറിജിനൽ ഡോക്യുമെൻറ്റുകൾ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ നൽകാത്ത ക്ലെയിമുകളൊന്നും അഡ്മിഷൻ ടൈമിൽ സ്വീകരിക്കുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുകയും എന്നാൽ ആ ഒരു സീറ്റ് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യേണ്ടതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഹയർ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റ്, അതായത് സെക്കൻഡ് സപ്ലിമെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചാലുള്ള ഫീ ഡീറ്റെയിൽസ് നോക്കാം. നിങ്ങൾ ഹയർ സെക്കൻഡറിയിലോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലോ CBSEയിലോ ICSEയിലോ പഠിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ, SC ST വിദ്യാർത്ഥികളാണെങ്കിൽ 930 മറ്റുള്ളവർക്ക് 1850 രൂപയുമാണ് ഫീസ് വരിക. അതുപോലെ തന്നെ NIOS അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലെ ബോർഡുകളിൽ നിന്നും പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് SC ST വിഭാഗം ആണെങ്കിൽ 720 രൂപയും മറ്റു കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 1640 രൂപയുമാണ് ഫീസ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.